എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കും അതുപോലെ തന്നെ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം നമുക്ക് അധികം സമയം എടുക്കാതെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ട വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാലും നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ്. അപ്പോൾ വലിയൊരു സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചെവിന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 1/2 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് പെരിഞ്ജീരകത്തിൻ്റെ ഒരു പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു 2 പൊടികളും കൂടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു ക്യാബേജ് ആണെങ്കിലും ഒരു ക്യാരറ്റ് ആണെങ്കിലും ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനായിരിക്കണം. എന്നാൽ അതിൻ്റെ ഒരു പച്ചച്ചെവ അങ്ങ് മാറുകയും വേണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചച്ചെവയൊക്കെ മാറി അത്യാവശ്യം പകുതിയോളം വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ടെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചച്ചവ മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു മസാലയുടെ ഒരു കുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം 1 ടീസ്പൂൺ മാത്രം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. ഒരു 3 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ബ്രെഡിലാണ് കേട്ടോ. അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു റൗണ്ട് ഇതുപോലെ അടപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്കൊരിക്കലും വേസ്റ്റ് ആയി പോവില്ല. ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രെഡിൻ്റെ ഒരു പൊടി നമുക്ക് ലാസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വേസ്റ്റ് ആയി പോവില്ല. ഇനി നമ്മൾ റൗണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗത്തുനിന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഒന്നിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. ഫില്ലിങ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മളൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കണം അതിൽ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ എല്ലാത്തിലും തന്നെ ഞാൻ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഒട്ടിച്ചിട്ടെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു മൈദയുടെ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 അറ്റമില്ലേ, അത് ഒട്ടും തന്നെ ഒരു മസാല പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്ക് ആ ഒരു 2 അറ്റം മാത്രം ഇതുപോലെ ഒരു ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഉറച്ച് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഒരു ബാറ്ററിൽ മുക്കി ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കരുത്, കാരണം ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്തുനിന്ന് എടുത്തേക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം, എന്നാൽ നല്ല രുചിയോടെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.